Hi guys, welcome back. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഓർഡിനോയുടെ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയത് അനലോഗ് റീഡിങ്ങും അനലോഗ് റൈറ്റിങ്ങും ഡിജിറ്റൽ റീഡിങ്ങും ഡിജിറ്റൽ റൈറ്റിംഗും ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അനലോഗ് റീഡിംഗ് ആണ്. അപ്പോഴത്തേക്കും നമുക്ക് അധിക സമയം കളയണ്ട, നേരെ തന്നെ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്നൊക്കെ നോക്കണം. അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഓർഡിനോയ്ക്ക് A0 to A5 വരെയുള്ള 6 അനലോഗ് പിന്നുകളാണുള്ളത്. അത് മൾട്ടി ചാനൽ 10 ബിറ്റ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ബിറ്റ് ADC. ഡിജിറ്റലിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഒരു 0 അല്ലെങ്കിൽ ഒരു 1, ഒരു ഹൈ അല്ലെങ്കിൽ ഒരു ലോ. പക്ഷേ ഇതിലേക്ക്, അതായത് അനലോഗിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും, അനലോഗ് എന്ന് പറയുന്നത് 0 തൊട്ട് 5 വോൾട്ട് അല്ലെ 3.3 വോൾട്ട് 4.9 വോൾട്ട് അത്രയും റീഡ് ചെയ്യുന്ന ഒരു വൈഡ് റേഞ്ച് ഓഫ് വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു 10 ബിറ്റ് ADC ആയതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് 0 തൊട്ട് അതായത് 5 വോൾട്ട് വരെ റീഡ് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ബൈനറിയിലേക്ക് മാറി കഴിയുമ്പോഴത്തേക്കും അത് 0 തൊട്ട് 1023 വരെയുള്ള ഒരു നീണ്ട വാല്യൂസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ 1023 5 വോൾട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യും. അതായത് 0 തൊട്ട് 1023 വരെ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പൊട്ടൻഷ്യോമീറ്ററാണ് സാധാരണ നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ 2-3 ടൈപ്പ് പൊട്ടൻഷ്യോമീറ്റേഴ്സ് ഉണ്ട്. ഈ ഒരു ടൈപ്പ് ഉണ്ട്, ലെഗ് കൂടുതലുള്ള, അതായത് ഇതിൽ നോബ് ഇട്ടിട്ട് തിരിക്കുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ PCB മൗണ്ടഡ് ആയിട്ടുള്ള 2 ടൈപ്പ് ഉണ്ട്. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് വോൾട്ടേജ് വേരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ വോൾട്ടേജാണ് നമ്മൾ 5 വോൾട്ടിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് ADC വാല്യൂസ് വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പം ഈ ഓർഡിനോയ്ക്ക് 10 ബിറ്റ് ADC ആണ്. പക്ഷേ ഓർഡിനോ യൂണോയ്ക്ക് തന്നെ 10 ബിറ്റ് ADC ആണ്. ഓർഡിനോയുടെ തന്നെ മറ്റ് ബോർഡുകൾക്ക് 12 ബിറ്റ് ADC ഉള്ള ബോർഡുകളും ഉണ്ട്, 8 ബിറ്റ് ADC ഉള്ള ബോർഡുകളും ഉണ്ട്. അപ്പം അതിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂസിനകത്ത് വ്യത്യാസം വരുന്നുകൊണ്ടിരിക്കും. ഓക്കെ, എല്ലാത്തിനും 1023 ആണെന്നല്ല. ഇപ്പോൾ പിക്ക് ആണെങ്കിൽ 258 50 സംതിങ് ആണ്ടേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പം അത് 8 ബിറ്റ് ADC ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ കോഡ് ചെയ്യണം. ക്യൂട്ട് ജസ്റ്റ് ഒന്നുമില്ല, ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും അതായത് ഗ്രൗണ്ടും VCCയും കണക്ട് ചെയ്യുക. എന്നിട്ട് ഒരു പിൻ എടുത്തിട്ട് നമ്മുടെ അനലോഗ് പിന്നിൽ കണക്ട് ചെയ്യുക. ജസ്റ്റ് കോഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റീഡിങ് എടുക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് റീഡിങ് എടുക്കുന്ന സമയം വരുമ്പോഴത്തേക്കും സീരിയൽ കമ്മ്യൂണിക്കേഷൻ വേണം, കാരണം നമുക്ക് കാണാൻ പറ്റണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ വീഡിയോസൊക്കെ, നേരത്തെ വീഡിയോസ് കാണാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എന്താണ് ഡെഫിനറ്റ്ലി എന്താണെങ്കിലും ബാക്കി പോയിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം കാണാം. നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് എന്താണെങ്കിലും ജസ്റ്റ് ഫസ്റ്റ് സർക്യൂട്ടിലോട്ട് വന്നിട്ട് നമുക്ക് കോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ പിന്ന് നോക്കാം. അപ്പം ഇതിന് 3 പിൻസ് ഉണ്ട്. 3 പിൻസിൽ ഗ്രൗണ്ട്, VCC, ഏതെങ്കിലും ഒരിടത്ത് ഗ്രൗണ്ട് കൊടുക്കുക, ഒരിടത്ത് VCC കൊടുക്കുക. ഒരെണ്ണം എടുത്തിട്ട് അനലോഗ് പിന്നിൽ കണക്ട് ചെയ്യുക. ഇതുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒന്ന് VCC, ഒന്ന് ഗ്രൗണ്ട്, ഒന്ന് ഡാറ്റ പിന്ന്. സെയിം, എല്ലാം ഏകദേശം ഒരേപോലെയാണ്. ഓരോന്നും പല ടൈപ്പുകളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതിൽ കണക്ട് ചെയ്തു. ഓക്കെ, തിരിച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഈ 3 ലൈൻസ് വരുന്നതാണ് 3 പിന്നുകൾ. ഓക്കെ, അപ്പം ഞാൻ ഒരു മെയിൽ ടു മെയിൽ എടുത്തു. മെയിൽ ടു മെയിൽ ജമ്പർ വയറിൽ നിന്നും ഞാൻ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. ഓർഡിനോടെ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. അതേപോലെ തന്നെ അടുത്ത പിന്നെടുത്തു. നടുക്കത്തെയാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഞാനത് A0യിലോട്ട് കണക്ട് ചെയ്തു. ഓക്കെ, A0യിൽ കണക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ അടുത്ത 3-ാമത്തെ പിന്നെടുത്തു. 3-ാമത്തെ പിന്നിൽ നിന്നും ഞാൻ നേരെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു അനലോഗ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അനലോഗ് സെൻസർ ആണെങ്കിൽ നമ്മൾ അനലോഗ് സെൻസറിൻ്റെ അനലോഗ് A ഔട്ടും VCCയും ഗ്രൗണ്ടും കണക്ട് ചെയ്യും. ഇതേപോലെ തന്നെ ഗ്രൗണ്ടും VCC ഞാൻ ഡിജിറ്റൽ റീഡ് ചെയ്തപ്പോഴത്തേക്കും ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അതേപോലെ തന്നെ അനലോഗ് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ടാണ്. ഇത് റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ്. അത് ജസ്റ്റ് ഇതെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് സെൻസറിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബട്ടണും പൊട്ടൻഷ്യോമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻസറാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ സ്ഥലത്ത് സെൻസറിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ആകെപ്പാടെയുള്ള കണക്ഷൻ. ഇനി നമുക്ക് നേരെ കോഡിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ സർക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കോഡിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇനി കോഡ് നോക്കാം. അപ്പോൾ നമുക്ക് കോഡ് നോക്കണമെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സെറ്റപ്പും
ലൂപ്പും വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ സെറ്റപ്പിലും ലൂപ്പിലും നമ്മൾ ചേഞ്ചസ് വരുത്താൻ പോകണം. അതായത് നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോകാം. കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പഴയ വീഡിയോസ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് ചെയ്യും. ഓക്കെ, അപ്പം പഴയ വീഡിയോസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നിന് പേര് കൊടുക്കണം. അതായത് A0യിലാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം A0 എന്ന് പറയുന്ന പിന്നിനെ നമ്മൾ ഇൻപുട്ടായിട്ടൊക്കെ സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ആ പിന്നിന് ഒരു പേര് കൊടുക്കണം. അപ്പോൾ ഇൻറ്റ് എന്താ പറയുക, ഇൻറ്റ് സെൻസർ ഈക്വൽ ടു A0. ഓക്കെ, A0 എന്ന് പറയുന്ന പിന്നിലാണ് കൊടുത്തേക്കുന്നത്. ഇനി ആ പിന്നിനെ നമ്മൾ ഇൻപുട്ടായിട്ട് സെറ്റ് ചെയ്യണം. അപ്പം പിൻ മോഡ് എന്താണ്, സെൻസർ ഇൻപുട്ട്. അതായത് നമ്മൾ അങ്ങോട്ടാണ് ഡാറ്റ കൊടുക്കുന്നത്. സോ ഇൻപുട്ടാണ്, നമ്മൾ റീഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ടാണ്. റൈറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ റീഡ് ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റീഡ് ചെയ്ത വാല്യൂസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രിൻറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്, അതായത് സീരിയൽ പ്രിൻറ്റ്. അപ്പോൾ നമ്മൾ റീഡ് ചെയ്ത സെൻസറിൻ്റെ ഡാറ്റാസ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ബോർഡ് റേറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പം സീരിയൽ ഡോട്ട് ബിഗിൻ അത് എത്രയാണോ 9600. ഓക്കെ, സ്റ്റാൻഡേർഡ് ബോർഡ് റേറ്റ് 9600. ഓക്കെ, ഞാനത് 9600 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി വാല്യൂസ് റീഡ് ചെയ്യണം. അതായത് ആ പിന്നിനെ റീഡ് ചെയ്യണം. ആ പിന്നിനെ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിജിറ്റലി റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡിജിറ്റൽ റീഡിംഗ് ആയിരുന്നു. സോ അനലോഗിലി റീഡ് ചെയ്യുന്നതിന് നമ്മൾ അനലോഗ് റീഡിങ് കൊടുക്കും. അപ്പം അനലോഗ് റീഡ് എവിടെ നിന്നാണ് റീഡ് ചെയ്യേണ്ടത്, സെൻസർ എന്ന് പറയുന്ന പിന്നിൽ നിന്നാണ് റീഡ് ചെയ്യേണ്ടത്, അതായത് A0. ഓക്കെ, അപ്പം സെൻസർ റീഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഗ്ലോബലി ഡിക്ലെയർ ചെയ്ത ഒരു വേരിയബിളിൽ നമ്മൾ റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്തിരുന്നു. നമുക്ക് ഇനി ഇവിടെ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻറ്റീജറാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻറ്റ് വാല്യൂ പറ്റില്ല, ഇൻറ്റ് വാൽ. ഓക്കെ, ഇൻറ്റ് വാൽ. നമ്മളിവിടെ റീഡ് ചെയ്ത വാല്യൂസ്, അതായത് സെൻസർ എന്ന് പറയുന്ന പിന്നിൽ റീഡ് ചെയ്ത വാല്യൂസ് അനലോഗ് റീഡ് ചെയ്ത് വാല്യൂവിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ വാല്യൂവിനകത്താണ് റീഡ് ചെയ്ത് വരുന്ന ഇൻകമിങ് ഡാറ്റാസ് ഉള്ളത്. സോ ഇൻകമിങ് ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം, എങ്കിലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, സീരിയൽ പ്രിൻറ്റ്. അപ്പോൾ നമ്മൾ സീരിയൽ ഡോട്ട് പ്രിൻറ്റ് ന്യൂ ലൈൻ എന്താണ്, വാൽ. ഓക്കെ, നമ്മൾ ഇനി ഇത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് കമ്പൈൽ ചെയ്ത് നോക്കണം. ഓക്കെ, കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ടൂൾസിനകത്ത് നമ്മുടെ ബോർഡ് സെലക്റ്റബിൾ ആണോ സെലക്ട് ചെയ്ത്, ഓക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പോർട്ട് COM10 ആണ്, അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കോഡ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ കമ്പൈൽ ചെയ്ത് നോക്കുക. എൻ്റെത് കമ്പൈലേഷൻ കഴിഞ്ഞിട്ട് അപ്ലോഡ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് അപ്ലോഡ് കൊടുത്തു. അപ്ലോഡ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് എന്നോട് സേവിങ് ചോദിക്കും. ഇപ്പം ഓക്കെ, സേവിങ് ചോദിച്ചു, പക്ഷേ ഞാൻ സേവ് ചെയ്യുന്നില്ല, ഞാൻ ക്ലോസ് ചെയ്തു. നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പം കോഡ് ഫസ്റ്റ് കമ്പൈൽ ആവുന്നുണ്ട്, അതിന് ശേഷം അപ്ലോഡ് ആവും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റീഡിങ്സ് നോക്കാം. നമ്മൾ പ്രോഗ്രാം അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ വരുന്നത്. ഓക്കെ, സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്തു. 502 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ വേരിയബിൾ റെസിസ്റ്ററിൻ്റെ ഈ നോബ് ഒന്ന് തിരിച്ചു നോക്കാം. അപ്പം വാല്യൂസ് മാറുന്നുണ്ട്, കണ്ടോ. 700, 720, 800 അബോവായി, 900 അബോവായി, 1022, 23. ഫാസ്റ്റായിട്ട് പോകുന്നതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് തിരിച്ച് ഫുൾ ഇതാകുമ്പോഴത്തേക്കും മാക്സിമം ആകുമ്പോഴത്തേക്കും 1020, 2023 വരെ വരുന്നുണ്ട്. ഇനി ഏറ്റവും ലോ ആണെങ്കിൽ 810 to 1023. ഓക്കെ ഗൈസ്, അപ്പം അനലോഗ് റീഡിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ അനലോഗ് റൈറ്റ് ചെയ്യാം. ഓക്കെ, അനലോഗ് റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് അനലോഗ് റീഡിങ് ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ല, എങ്ങനെയാണ് റൈറ്റ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഫാൻ്റെ സ്പീഡിൻ്റെ അളവ് അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ചാനലിലുള്ള മറ്റ് വീഡിയോസ് കാണാൻ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചാനലിൽ എന്താണെങ്കിലും വീഡിയോസ് ഫുള്ള് നിങ്ങൾ കാണുക, മറ്റ് വീഡിയോസും കാണുക. ഓർഡിനോ ഈ വീഡിയോ കാണുന്നവർ മറ്റ് പ്രീവിയസ് വീഡിയോസും കാണാൻ ഞാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ ബൈ.